ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. മനസ്സാകുന്ന കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നത് പോലെ ഈ ലോകവും ഒരു കണ്ണാടിയാണ്. ലോകമാകുന്ന കണ്ണാടിയിൽ നോക്കുമ്പോൾ ലോകത്തിൽ ഒരു പോരായ്മകൾ എന്തെങ്കിലും നാം കാണുകയാണെങ്കിൽ ആ ലോകമാകുന്ന കണ്ണാടിയിൽ നാം നോക്കുമ്പോൾ നമ്മുടെ പോരായ്മകളാണ് ലോകത്തിലേക്ക് നോക്കുമ്പോൾ നാം വീക്ഷിക്കേണ്ടത്. എല്ലാം എന്നെപ്പോലെ തന്നെ എല്ലാവരെയും കാണുന്ന ഒരു മനോഭാവം നമ്മളിൽ നാം വളർത്തിയെടുക്കണം. അത് വളർത്തുമ്പോഴാണ് നമുക്ക് കണ്ണാടിയിൽ കാണുന്ന കുഴപ്പം എന്നിൽ ഉള്ള കുഴപ്പമാണ് എന്ന് ബോധ്യം വരാം. നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ മുഖത്തുള്ള പാടാണ് കണ്ണാടിയുടെ പ്രതിച്ഛായയിൽ കാണുന്നത്. അത് മനസ്സിലാക്കി തരാനാണ് ലോകത്തിലേക്ക് നോക്കുമ്പോൾ ലോകത്തിൻ്റെ കുഴപ്പമല്ല എൻ്റെ കുഴപ്പമാണ് എന്ന് ബോധിക്കണം. അതിനാൽ നാം എന്ത് വേണം? സർവാത്മഭാവം വിടാതെ സർവകർമ്മവുമാചരിച്ചിടാം. നിർമ്മലാചിത്തരായി തീരുമ്പോഴാത്മാവിൽ ആത്മാവുണർന്നു ജ്വലിക്കും. ഇതാണ് പരമസത്യം. സർവാത്മഭാവം വിടാതെ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും എവിടെ പോകുമ്പോഴും എന്ത് കാണുമ്പോഴും ആത്മഭാവം അവിടെ കാണണം. സർവാത്മഭാവം വിടാതെ സർവത്തിലും നമ്മൾ ആത്മദർശനം ഉണ്ടാവണം. ആ ഭാവത്തിൽ വേണം ഈ ലോകത്തിൽ വീക്ഷിക്കാൻ. അതിനെ ലളിതമായി എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നു. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ. കാണുന്നതെല്ലാം നാരായണൻ്റെ പ്രതിമയായും കേൾക്കുന്നതെല്ലാം നാരായണൻ്റെ ശ്രുതിയായും ചെയ്യുന്നതെല്ലാം നാരായണനുള്ള അർച്ചനയായും നാം കാണുമ്പോൾ സർവാത്മഭാവം വിടാതെ സർവകർമ്മവുമാചരിച്ചിടാം. അപ്പോൾ നമ്മുടെ മനസ്സ് നിർമ്മലചിത്തരായി തീരുമ്പോൾ, അപ്പോൾ അപ്രകാരം കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് പരിപാവനമായിത്തീരും, പരിശുദ്ധമായിത്തീരും. അങ്ങനെ മനസ്സ് പരിശുദ്ധമായി തീരുമ്പോൾ, നിർമ്മലാചിത്തരായി തീരുമ്പോൾ ആത്മാവിൽ, ആ ആത്മാവ് നമ്മുടെ മനസ്സിൽ നിർമ്മലാചിത്തരായി തീരുമ്പോൾ ആത്മാവിൽ ആത്മാവുണർന്നു ജ്വലിക്കും. നമ്മുടെ മനസ്സിൽ തന്നെ ആ പരമാത്മാവ് ജ്വലിച്ച് ഉയരുന്ന അനുഭവം നമുക്കുണ്ടാവും. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടതും നാം നേടേണ്ടതുമായ പരമസത്യം. നമ്മുടെ ജീവിത രീതി കൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. അതിന് നാം ആദ്യം എന്തു ചെയ്യണം? സത്കർമ്മമാചരിച്ചിടാം. ചിത്തസംശുദ്ധിക്കായി, നമ്മുടെ ചിത്തം ശുദ്ധമാകാൻ ചിത്തസംശുദ്ധിക്കായി സത്കർമ്മം ആചരിച്ചിടാം. നല്ല കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. നല്ല കർമ്മം ചെയ്യണമെങ്കിൽ നല്ല വാക്കുകളായിരിക്കണം. വാക്കുകളാണ് പ്രവൃത്തിയായി മാറുന്നത്. നല്ല വാക്കുകൾ വരണമെങ്കിൽ നല്ല ചിന്ത നമുക്കുണ്ടാവണം. ബുദ്ധിയിൽ നിന്നാണ് ചിന്ത വരുന്നത്. ആ ചിന്തയാണ് വാക്കായിട്ട് വരുന്നത്. വാക്കാണ് പ്രവൃത്തിയായിട്ട് വരുന്നത്. അതുകൊണ്ട് നാം പറയാൻ പറ്റുന്ന ചിന്തകൾ മാത്രമേ നമ്മുടെ ബോധമണ്ഡലത്തിൽ പ്രസക്തി കൊടുക്കാവൂ. പറയാൻ പറ്റാത്ത ഒരു ചിന്തയാണെങ്കിൽ ആ ചിന്തയെ നാം നിർവീര്യമാക്കണം. അതിനല്പം പോലും സ്ഥാനം നമ്മൾ കൊടുക്കാതിരുന്നാൽ അത് തനിയെ തേഞ്ഞു മാഞ്ഞു പോയിക്കൊള്ളും. അതിനാൽ പറയാൻ പറ്റുന്നത് ചിന്തിക്കുക, പ്രവർത്തിക്കാൻ പറ്റുന്നത് പറയുക. ഇതാണ് നാം ചെയ്യേണ്ടത്. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായാൽ നമ്മുടെ ചിത്തം സംശുദ്ധമാവുകയും
സർവാത്മഭാവം വിടാതെ സർവകർമ്മവും ആചരിച്ചിടാം. എല്ലാ കർമ്മങ്ങളും നമ്മൾക്ക് അപ്രകാരം ആചരിക്കാം. നിർമ്മലാചിത്തരായി തീരുമ്പോൾ, അങ്ങനെ നമ്മുടെ മനസ്സ് പരിശുദ്ധമായി തീരുമ്പോൾ ആത്മാവിൽ ആത്മാവുണർന്നു ജ്വലിക്കും. ആ പരമാത്മാവ് ആദ്യം നമ്മുടെ മനസ്സിൽ, ആ ആത്മാവ് ഈശ്വരൻ മനസ്സിൽ ആത്മാവിൽ ആത്മാവുണർന്നു ജ്വലിക്കും. ആദ്യത്തെ ആത്മാവ് മനസ്സെന്നും അല്ലെങ്കിൽ ചിത്തമെന്നും, രണ്ടാമത്തെ ആത്മാവ് ആ പരമാത്മാവായും നമ്മൾ കാണണം. ആത്മാവിൽ ആത്മാവുണർന്നു ജ്വലിക്കും. ഇപ്രകാരം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക എന്ന പ്രക്രിയയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. അത് സത്കർമ്മത്തിലൂടെയാണ്. സത്കർമ്മം ആചരിക്കൂ. അതാണ് ഭാഗവതം മുഴുവൻ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. സത്തായിരിക്കുന്ന പരമാത്മാവിലേക്ക് നമ്മെ എത്തിക്കുന്നത് സത്കർമ്മമാണ്. സത്കർമ്മം ചെയ്യൂ, എന്നാൽ ജ്ഞാനവൈരാഗ്യം ഉണ്ടാവുകയും നമ്മുടെ ജീവിതത്തിൽ ഭക്തി വളരുകയും ഈശ്വര സാക്ഷാത്കാരം നമുക്ക് യാതൊരു യത്നവുമില്ലാതെ സ്വാനുഭവത്തിൽ വരാൻ സാധിക്കുന്നതുമാണ്. അത് ജീവിക്കുമ്പോൾ നേടേണ്ടതാണ്. മരണശേഷം നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഇത് നേടാൻ വേണ്ടിയാണ് നാം ദേഹമെടുത്ത് ഈ ലോകത്തിൽ വന്നിരിക്കുന്നത്. സർവാത്മഭാവം വിടാതെ സർവകർമ്മവും ആചരിച്ചിടാം. നിർമ്മലാചിത്തരായി തീരുമ്പോൾ ആത്മാവിൽ ആത്മാവുണർന്നു ജ്വലിക്കും.